ഇടുക്കി വണ്ടിപ്പെരിയാർ പോക്സോ കൊലപാതക കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അമ്മയുടെ റിട്ട് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസ് പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മുസിന സൂരങ്ങൾ നൽകുന്നു. മുസിന, ഇപ്പോൾ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. റിട്ട് ഹർജിയാണ് കുടുംബം നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം വേണമെന്നാണ് കുട്ടിയുടെ അമ്മയുടെ ആവശ്യം. അമ്മയുടെ റിട്ട് ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റക്കാരനെ വെറുതെ വിടുകയും അപ്പീൽ നൽകുകയും ചെയ്ത കേസിൽ പുനരന്വേഷണം സാധ്യമാകുമോ എന്ന് കോടതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. കുട്ടിയുടെ പിതാവ് ഫയൽ ചെയ്ത ക്രിമിനൽ അപ്പീലും ഗവൺമെന്റ് ഫയൽ ചെയ്ത ക്രിമിനൽ അപ്പീലും ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലിരിക്കവെയാണ് ഈ ക്രിമിനൽ റിട്ട് ഹർജി കൂടി ഫയൽ ചെയ്തിട്ടുള്ളത്. മറ്റ് അപ്പീലുകൾക്കൊപ്പം ഏത് ഡിവിഷൻ ബെഞ്ച് കേസ് കേൾക്കണമെന്ന ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുക. 2021 5 വയസ്സുകാരിയെ തൂങ്ങി നിലയിൽ കണ്ടെത്തിയത്. ഈ വണ്ടിപ്പെരിയാർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് കട്ടപ്പന പോക്സോ കോടതിയിൽ വിചാരണ പൂർത്തിയാക്കുകയും പ്രതിയെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. കുറ്റവാളിയെ രക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നും തെളിവുകളുടെ അപര്യാപ്തത മൂലമാണ് പ്രതിയെ കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കിയതെന്നും കുട്ടിയുടെ മാതാവ് ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാർ പോക്സോ കൊലപാതക കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ റിട്ട് ഹർജിയാണ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. മൂസിന സുവാണ് വിവരങ്ങൾ നൽകിയത്.